أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين، وأسلم على نبيه الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നാം ജീവിതത്തിൻ്റെ ഭാഗത്തിൻ്റെ ഒന്നായി നാം കൂട്ടുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ. ആയതിനാൽ നമുക്ക് അത് ഒഴിവാക്കാൻ അസാധ്യമാണ്. കാരണം നമുക്ക് അനേകം ആവശ്യങ്ങളുള്ള മെസ്സേജുകളും മറ്റും വരുന്നത് ഇതിലൂടെയാണ്. നന്മയും തിന്മയും സമം ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ. ഒരു വ്യക്തിയുടെ വിശ്വാസ, ആചാര, കർമ്മ മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. ആയതിനാൽ റമദാൻ എന്ന പുണ്യമാസം കടന്നു വരുമ്പോൾ അതിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന വിശുദ്ധ റമദാൻ നമുക്ക് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, റമദാനും ഖുർആനും നമുക്ക് അനുകൂലമായി സാക്ഷ്യം പറയുന്നതിന് പകരം പ്രതികൂലമായി സാക്ഷ്യം പറയുന്ന ഒരു അവസ്ഥ സംജാതമായേക്കാം. റമദാൻ മാസത്തിൽ നാം കൂടുതലായും ഖുർആൻ പാരായണത്തിലാണ് ചിലവഴിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ തടസ്സം വരുന്ന രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ തീരാൻ പാടില്ല. സലഫുകൾ 3 ദിവസം കൊണ്ടും 5 ദിവസം കൊണ്ടുമൊക്കെ ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കലായിരുന്നു പതിവ്. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അനേകം മെസ്സേജുകൾ ലഭിക്കുന്ന നന്മയും തിന്മയുമൊക്കെ നിറഞ്ഞ രീതിയിലുള്ളവ അതെല്ലാം വായിച്ച് ഫോർവേഡ് ചെയ്തുമൊക്കെ നാം സമയം കളയരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ്. ഒരു മനുഷ്യൻ്റെ അവന് ആവശ്യമില്ലാത്ത വെടിയുകയാണെങ്കിൽ അവൻ്റെ ഇസ്ലാം മേന്മയുള്ളതാകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. കിട്ടുന്ന മെസ്സേജുകൾ മുഴുവൻ ഫോർവേഡ് ചെയ്യുക എന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടത് മുഴുവൻ പറയൽ എന്നുള്ളത് തന്നെ ഒരു വ്യക്തിക്ക് അവൻ്റെ കളവിന് മതിയായതാണ്. അതിനാൽ ആവശ്യമുള്ള മെസ്സേജുകൾ മാത്രം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിൻ്റെ പരിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റമദാനിൽ നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം, സോഷ്യൽ മീഡിയയിലൂടെ ഖുർആനികമായ മെസ്സേജുകളും ആയത്തുകളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള അവസരമുണ്ട്. എങ്കിൽ അവിടെയും കൂടുതൽ സമയം അതിൽ ചിലവഴിക്കുന്നത് പോലെ ആയിക്കൂടാ. ആവശ്യത്തിന് ആസൂത്രിതമായി നടത്തേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കാരണം നാളെ പരലോകത്ത് വെച്ച് സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അതുപോലത്തെ സ്വർഗത്തിൽ അവസാന പത്തിൽ ഇത്തിഖാഫ് ഇരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ മുഴുകുന്ന ഒരു അവസ്ഥ നാം കണ്ടുവരുന്നു. അത് തികച്ചും ഒഴിവാക്കേണ്ടതാണ്. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ ഓതി നാം ഈ റമദാൻ കഴിച്ചുകൂട്ടണം എന്നുള്ളതാണ്. വിശുദ്ധ റമദാൻ മുഴുവനായും എങ്ങനെയാണ് ഖുർആൻ മുഴുവനായും ഓതി തീർക്കാൻ സാധിക്കുക എന്നല്ലേ. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഏറെ രസകരമാണ്. കാരണം പണ്ട് സ്വഹാബികളൊക്കെ അവർ ഖുർആനിലാണ് കൂടുതലായും ഇൻട്രസ്റ്റ്, അവർക്ക് കൂടുതൽ ഇഷ്ടം ഖുർആനിനോടായിരുന്നു. അതുകൊണ്ട് അവർ ഖുർആൻ ഓതി തീർക്കുന്നു. ഇന്ന് മനുഷ്യർക്കൊക്കെ കൂടുതലായും ഇഷ്ടമുള്ളത് അത് അവരുടെ സോഷ്യൽ മീഡിയകളാണ്. അതിനാൽ അവർ കൂടുതൽ സമയം അതിൽ ചെലവഴിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ സോഷ്യൽ മീഡിയകൾ ആവാം, എന്നാൽ അമിതമാവരുത്. അതുപോലെ തന്നെ ചുരുക്കത്തിൽ വിശുദ്ധ റമദാൻ എന്ന അസുലഭ അവസരത്തിന് പുണ്യവും മഹാത്മ്യവും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉപയോഗം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നല്ല രീതിയിൽ അള്ളാഹുവുമായി അടുത്ത് ഖുർആനുമായി ബന്ധം സ്ഥാപിച്ച് അങ്ങനെ ഉള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.